ഒരിക്കൽ ഒരു ട്രെയിൻ യാത്ര പുറപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ട്രെയിനിൽ ഇങ്ങനെ ആളുകൾ ഓരോരുത്തരായിട്ട് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിൽ ഒരപ്പനും ഒരു 25-26 വയസ്സ് പ്രായം തോന്നുന്ന ഒരു യുവാവും കടന്നു വന്നു. ആ യുവാവിനെ നോക്കിയാൽ മൊത്തത്തിലൊരു അമ്പരപ്പും ഒരു വെപ്രാളവും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നും. ട്രെയിനിൽ കയറുന്ന ഓരോരുത്തരെയും അതിശയത്തോടുകൂടി ഈ പയ്യൻ നോക്കുകയാണ്. അവനിങ്ങനെ അവരെ ഓരോരുത്തരെയും നോക്കുന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ പെട്ടെന്ന് ഗ്രീൻ സിഗ്നൽ കാണിക്കുമ്പോൾ അവൻ അപ്പനോട് പറയാ, നോക്ക് നോക്ക്, അവിടെ ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫ്ലാഗ് കാണിക്കുന്നു. അപ്പൻ പറഞ്ഞു, ആ ശരിയാണ്. അത് കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ ട്രെയിൻ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുമ്പോൾ അവിടെ കാണുന്ന ഓരോന്നും ജനലിനകത്തേക്ക് തലയിട്ടിട്ട് ഇവനിങ്ങനെ ആസ്വദിക്കുകയാണ്. വീണ്ടും ട്രെയിൻ വേഗം കൂടുന്നതനുസരിച്ച് ഇവൻ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു, ചിരിക്കുന്നു, അപ്പനെ വിളിച്ച് കാണിക്കുന്നു. അതുപോലെ തന്നെ അപ്പ നോക്ക്, ആകാശത്തൂടെ പക്ഷികളൊക്കെ അങ്ങനെ പറന്നു പോകുന്നത് നമുക്ക് ട്രെയിനിലിരുന്നാൽ കാണാം. അപ്പൻ പറഞ്ഞു, ശരിയാ മോനെ, നമുക്ക് കാണാം. അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, അപ്പ മരങ്ങളൊക്കെ ഓടുന്നു. പപ്പൻ പറഞ്ഞു, മരങ്ങളല്ലല്ലോ ഓടുന്നത്, ട്രെയിനല്ലേ ഓടുന്നത്. അത് കഴിഞ്ഞ് പാടങ്ങൾ കണ്ടപ്പോൾ, അപ്പ ഇതെന്താണ്? അതല്ലേ മോനെ പാടങ്ങൾ. അയ്യോ, അവിടെ നിൽക്കുന്നതാണോ അപ്പ പശു? അന്നേരം പറഞ്ഞു, അതാണ് മോനെ പശു. കുറെ താറാക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ, അയ്യോ അപ്പ എന്തോ ഒന്ന് അതാ പോകുന്നു. അപ്പൻ പറഞ്ഞു, മോനെ അതാണ് താറാവിൻ കൂട്ടം. അവരൊന്നിച്ചാണോ പോകുന്നത്? അതെ, അവരെപ്പോഴും ഒന്നിച്ചാണ് പോകുന്നത്. ഇങ്ങനെ മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടപ്പോൾ ചുറ്റിലും ഇരിക്കുന്നവർക്ക് വല്ലാതെ അതൊരു ബുദ്ധിമുട്ടായി. കാരണം പൂർണ്ണ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, കണ്ടാൽ സുമുഖൻ, ബുദ്ധിക്ക് യാതൊരു തകരാറുമില്ല എന്നൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന നമ്മുടെ ഭാഷയിൽ ഒരു ഹാൻസം ഗൈ. അവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? വീണ്ടും വീണ്ടും അവനിങ്ങനെ ചോദിക്കുകയും മുന്നോട്ടും പിന്നോട്ടും ആവുകയും ചെയ്യുമ്പം അടുത്തിരിക്കുന്നവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി. വളരെ സാമർഥ്യത്തോടുകൂടി ഒരു സ്ത്രീ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു യുവാവിൻ്റെ അപ്പനോട് പറയാണ്, അതെ, നിങ്ങളുടെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അന്നേരം പറഞ്ഞു, ഇല്ല, ഇപ്പോൾ അവനൊരു കുഴപ്പവുമില്ല. എന്താ അവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? അയ്യോ മാഡം, ക്ഷമിക്കണം എന്നയാൾ പറഞ്ഞു. ക്ഷമിക്കണമെന്നോ? അതെ, ക്ഷമിക്കണം നിങ്ങൾ അവനോട്. വീണ്ടും വീണ്ടും ഓരോരുത്തരായിട്ട് ഈ പിതാവിനോട് പരാതി പറഞ്ഞപ്പോൾ പിതാവ് പറയാണ്, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. നേരം ഒരാൾ പറഞ്ഞു, മക്കളെ വളർത്തുമ്പം നന്നായി വളർത്തണം, സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അവരെ പഠിപ്പിക്കണം. എന്തൊരു ചീത്ത സ്വഭാവമാണിത്. ഓരോരുത്തരും പറയുമ്പോഴും ഈ അപ്പൻ സോറി പറയാണ്, ഓരോരുത്തരോടും ക്ഷമിക്കണം. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ ഏക മകനാണ്, ഇവന് വയസ്സ് 26 എങ്കിലും ഇന്നലെ ആയിരുന്നു ഇവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. ജന്മന അന്ധനായിട്ടാണ് എൻ്റെ മകൻ ജനിച്ചത്. കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഡിസ്ചാർജ് ആയി. ഞങ്ങൾ ഇന്നലെ ഇവിടെയൊക്കെ കണ്ട് ഇപ്പോൾ ട്രെയിനിൽ കയറി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുക. എൻ്റെ മകന് ഇത്രയും പ്രായമുണ്ടെങ്കിലും ഇതെല്ലാം അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കേട്ടിരുന്നവർക്കെല്ലാം വല്ലാതെ നാണക്കേട് തോന്നി. ഒന്നും മനസ്സിലാക്കാതെയാണല്ലോ നമ്മൾ ഈ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. പലതിൻ്റെയും പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാതെയാണ് പലരെക്കുറിച്ചും നമ്മൾ വിമർശിക്കുന്നത്, പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അഭിപ്രായം പറയുന്നതും.